ഇനി നീണ്ട 15 ദിവസം ഈ മോയന്തിനെ പിരിഞ്ഞിരിക്കേണ്ട വിഷമാണ് കേട്ടാ എന്റെ മുഖത്ത് നിങ്ങൾ ഈ കാണണം. അങ്ങനെ ഹമിക്കും മക്കൊക്കെ ടാറ്റ ബൈ ബൈ കൊടുത്തിട്ട് പെട്ടിങ് കടക്കൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിട്ടാ. അവിടെ അങ്ങനെ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മുടെ കിഴക്കേക്കോട്ടയിലുള്ള ലൂർദ് പള്ളിയുടെ മുറ്റത്തെത്തിയപ്പോൾ ലെമിനസാന് ബേബിക്ക് ബർഗർ തിന്നാൻ അതിയായ ഒരു പൂതി. കൊച്ചുങ്ങൾ എന്നായാലും ആഗ്രഹം പറഞ്ഞ നമ്മളെ കൊണ്ട് പറ്റുവാന്ന് അതങ്ങ് സാധിച്ചു കൊടുത്തേ. വലുതായ പിന്നെ കൊച്ചുങ്ങൾക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാകുകയല്ലടാ. അതൊക്കെ അത്രേ ഉള്ളൂ കേട്ടോ. കാരണം അപ്പൊ തന്നെ നമ്മൾ വണ്ടി സൈഡാക്കിയിട്ട് ബർഗർ ഇടുന്ന പീടിയിലേക്ക് കണ്ട് നടന്നു. സ്വന്തം തറവാട്ടിലാളി എന്റെ കൂടെ ഒരു 1 ലിറ്റർ വാങ്ങിയിട്ട് അടിക്കണ പോലെ കേട്ടോ. ആരാന്റെ പീടിയുടെ മുന്നിൽ ചങ്ങായിരുന്നിട്ട് കള്ളുടിക്കുന്നത് എന്തായാലും ഇവനൊക്കെ ഇങ്ങനെ. നമ്മൾ പിന്നെ അതൊന്നും മൈൻഡ് ചെയ്യാണ്ട് അതിന്റെ അപ്പുറത്തുള്ള ഇടവഴി കൂടെ ബർഗർ ഇടുന്ന പീടിയിലേക്ക് കണ്ട് നടന്നു കേട്ടോ. ഈ ഒരു ഇടവഴി മാത്രം മതി, ഷോപ്പിന്റെ പേരൊന്നും പറയേണ്ട ആവശ്യമില്ല. ലൊക്കേഷനും ഷോപ്പിന്റെ പേരൊക്കെ ഇത് കാണുന്ന തൃശ്ശൂരാർക്ക് കത്തും. ഞാൻ ചിക്കൻ റെഗുലർ ബർഗറും ലെമിനസാന് ബേബി ഡബിൾ ചീസ് ബീഫ് ബർഗറാണ് കേട്ടോ പറഞ്ഞ. ഇത് ചതി പറ്റിച്ചു കേസ് ഇവൻ ചെക്ക് ഞങ്ങളെ. അല്ലെങ്കിലും 9 മാസം പ്രായമുള്ള കുട്ടികൾ ബർഗർ തിന്നൂലെന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിയില്ലാത്ത ഞാനാണ് ശരിക്കുള്ള പൊട്ടം. ഇതുപോലെയുള്ള പൊട്ടത്തരങ്ങൾ കറക്റ്റ് ആയിട്ട് മുതലെടുക്കാനുള്ള കഴിവ് ഇവൾക്ക് പണ്ടേ പടച്ചു കൊടുത്തിട്ട്. എന്നാലും ആ ബർഗറിന്റെ ഒരു പൊട്ട് പോലെ ആ ഭാവത്തിന്റെ വായിൽ വെച്ച് കൊടുക്കാണ്ട് മുഴുവൻ ഒറ്റയ്ക്ക് അവന്റെ മുഖത്ത് നോക്കി തിന്നാൻ എങ്ങനെ ഇവൾക്ക് സാധിക്കുന്നില്ല. പിന്നില്ലേ ഇവള് ഈ ഷോപ്പിലത്തെ സ്ഥിരം കസ്റ്റമർ ആട്ടാ. കാരണം തന്നെ മുന്നെപ്പോഴോ പോയിട്ട് ബർഗർ കഴിക്കുന്ന ഇവളുടെ ഫോട്ടോ ഇവിടുത്തെ ഭിത്തിയിൽ ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ചെലങ്ങാട് ഇതാണ് നമ്മുടെ സജിയുടെ തടമോള് ആമീറ്റ. ഇവള് നമ്മുടെ ഡാപ്സിയും വേടനൊക്കെ റാപ്പ് പാടുന്ന പോലെയാണ് സംസാരിക്കുക. ഇങ്ങനെയാണ് അവള് നോർമലായിട്ട് എനിക്ക് അയക്കുന്ന വോയിസ്. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ആള് ഭയങ്കര ഇൻട്രോവേർട്ട് ആണ് കേട്ടോ. എന്താണോ അങ്ങനെ. ഇത്തവണ വൈഫ് ഹൗസിൽ കയറി ചെന്നപ്പോ തന്നെ വെൽക്കം ഡ്രിങ്ക് ആയിട്ട് പൈനാപ്പിൾ ജ്യൂസും മെയിൻ കോഴ്സ് ആയിട്ട് മന്തിയായിരുന്നു കേട്ടോ ഫുഡ്.